തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തെ ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ റോഡുകൾ, തെരുവുകൾ, കോളനികൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളുടെ പേരുകളിൽ നിന്ന് ജാതിപ്പേരുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകി. ഈ പ്രക്രിയ നവംബർ 19-നകം പൂർത്തിയാക്കി പുതിയ പേരുകൾ ഉറപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. തമിഴ്നാടിന്റെ സാമൂഹിക ഘടനയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാതെയുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണിത്. ഒരു പ്രദേശത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ താമസക്കാരുടെ സാമൂഹിക പദവി തിരിച്ചറിയുന്ന രീതിക്ക് അറുതി വരുത്തുക, അതുവഴി ജാതി വിവേചനം ഒഴിവാക്കി എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുക എന്നതാണ് ഈ നിർണായകമായ തീരുമാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ മാറ്റം സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതിനുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലായി കണക്കാക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ നിർദ്ദേശം അനുസരിച്ച് ജാതി വിവേചനം ഒഴിവാക്കി സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ആദി ദ്രാവിഡർ കോളനി, ഹരിജൻ കോളനി, പറയർ തെരുവ് തുടങ്ങിയ പേരുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പേരുകൾ ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ അടയാളപ്പെടുത്തുന്നതും അവരുടെ മേൽ സാമൂഹിക വിവേചനം അടിച്ചേൽപ്പിക്കുന്നതുമാണ്. ഒരു പ്രദേശത്തിന്റെ പേര് തന്നെ അവിടുത്തെ താമസക്കാർക്ക് ജാതീയമായ അപമാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇത്തരം പേരുകൾ മാറ്റി എല്ലാവർക്കും തുല്യമായിട്ടുള്ള പദവി നൽകുന്ന പുതിയ പേരുകൾ നൽകുന്നതിലൂടെ ജാതി വിവേചനം ഭാവി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് തടയാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിത്തറ തത്വമായിട്ടുള്ള സമത്വവും സാഹോദര്യവും പ്രാവർത്തികമാക്കാൻ ഈ നിയമനിർമ്മാണത്തിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജാതി പേരുകൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം പുതിയ പേരുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കലൈഞ്ചർ, മഹാത്മാഗാന്ധി, വീരമാനുവീർ, തന്തൈ പെരിയാർ എന്നീ മഹത് വ്യക്തികളുടെ പേരുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് മാർഗനിർദ്ദേശങ്ങളിലും പ്രത്യേകം പറയുന്നുണ്ട്. തമിഴ്നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിച്ച സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി നിലകൊണ്ട നേതാക്കളാണ് ഇവരെല്ലാം. ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഈ മാറ്റത്തിൽ ദ്രാവിഡ ആശയങ്ങളെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പേരുകൾക്ക് പ്രാധാന്യം നൽകുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിബദ്ധതയെ വ്യക്തമാക്കുകയാണ്. പേരുകൾ മാറ്റുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുമ്പോൾ പ്രാദേശിക ജനസമൂഹത്തിന്റെ വികാരങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നിർദ്ദേശം നൽകി. ഈ പ്രക്രിയ ഏകപക്ഷീയമായി നടപ്പാക്കാതെ പ്രാദേശിക പങ്കാളിത്തത്തോടെയും കൂടിയാലോചനകളോടെയും മുന്നോട്ട് പോകേണ്ടതെന്നാണ് സർക്കാരിന്റെ നിലപാട്. നിലവിലുള്ള പേരുകൾ തന്നെ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണമെന്നും ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം പേരുകൾ മാറ്റുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കുകയും ജനങ്ങളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രാദേശിക ജനതയുടെ സാംസ്കാരിക പൈതൃകത്തെയും ചരിത്രപരമായിട്ടുള്ള ഓർമ്മകളെയും മാനിച്ചുകൊണ്ട് സാമൂഹിക നീതിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമവായിട്ടുള്ള സമീപനം സ്വീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജാതിപ്പേരുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ നവംബർ 19-നകം പൂർത്തിയാക്കി പുതിയ പേരുകൾ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. ഈ സമയപരിധി സർക്കാർ ഈ വിഷയത്തിൽ നൽകുന്ന പ്രാധാന്യവും ഗൗരവവും വ്യക്തമാക്കുകയാണ്. ജാതി വിവേചനം ഒഴിവാക്കാനുള്ള ഈ ദൗത്യം ബ്യൂറോക്രസിയുടെ കാലതാമസം കൂടാതെ നടപ്പാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നായിരിക്കും ഈ പ്രക്രിയ പൂർത്തിയാക്കുക. സമയബന്ധിതമായിട്ടുള്ള ഈ ചരിത്രപരമായിട്ടുള്ള സാമൂഹിക പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാരിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് സർക്കാർ പൊതു ഇടങ്ങളിൽ നിന്ന് ജാതിപ്പേരുകൾ നീക്കം ചെയ്യുന്നത് ഇതാദ്യമായൊന്നുമല്ല. നേരത്തെയും സമാനമായിട്ടുള്ള നിരവധി ഇടപെടലുകൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. പലപ്പോഴും കോടതികളുടെയോ സാമൂഹിക പ്രവർത്തകരുടെയോ ഇടപെടലുകൾക്കൊടുവിലാണ് ഇത്തരം പേരുകൾ നീക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ സർക്കാർ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമഗ്ര നയം സ്വീകരിക്കുന്നത് ഇതാദ്യമായാണ്. ഇത് ജാതി വിവേചനം എന്ന സാമൂഹിക തിന്മയോടുള്ള സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വ്യക്തമാക്കുകയാണ്.